ദിലീപിന്റെ കേസ് ഇന്നലെ കൊണ്ട് കുത്തിപ്പൊങ്ങി വന്നിട്ട് അതിനി ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. അത് മറ്റേ എന്ത് സുനിയുടെ ക്യാമറ വെച്ചിട്ടാണ് എടുത്തേക്കണേന്ന് ഉറപ്പുണ്ടോ? എനിക്ക് 50% ദിലീപാണ് ഞാൻ 50% വെച്ചെടുക്കുന്നത്. പിന്നെ 50% വെച്ചിരിക്കാത്ത കാരണം ശ്രീലേഖ IPS ആദ്യ സംഗീത ലക്ഷ്മണ ഇതുള്ള പറയുന്നു ഇതെല്ലാം പറയുന്നത് സിനിമാക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യും. ഒരുപാട് നടികൾ ഇതിനകത്ത് പെട്ടെടുക്കുന്നുണ്ട്. അവർക്കൊന്നും തുറന്നു പറയാൻ പറ്റാത്ത ഹേമ കമ്മിറ്റിയോടെ പോയി പോയി അത് കാരണം ഹേമ കമ്മിറ്റി ഒപ്പിച്ചിരിക്കുകയാണ്. ഹേമ എത്ര ബുദ്ധിമുട്ടിന് എത്ര നടിമാർ ആത്മഹത്യ ചെയ്തു എന്തൊക്കെ നടന്നുണ്ട്. ഇപ്പം നടിയാക്കുന്ന കേസ് വീഡിയോയുടെ വസ്തു വന്നില്ല. പണ്ട് ശോഭ ആക്ട്രസിനെ ഇന്നലെ ഞാൻ ഒരാൾക്കുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടു. അതായത് ദിലീപ് ഭരിച്ചിരുന്ന സിനിമ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞോട്ടെ ദിലീപ് വിഷമാണെന്ന് പണ്ട് തിലകം പറഞ്ഞിട്ടുണ്ട്. ദിലീപ് പ്രതികാരം പിന്നെ നോക്കി ദിലീപാണ് ഒരുപാട് പേര് ഒതുക്കി. ദിലീപ് നല്ല മനുഷ്യനല്ല. ദിലീപിന്റെ സംസാരിക്കാൻ വേണ്ടി കുറേ പേരുണ്ട് സിനിമ ദിലീപിന്റെ ക്യാഷ് ഉണ്ട്. മൊത്തം സിനിമാ ലോകം ഭരിച്ചിരുന്നത് ദിലീപാണ്. ദിലീപ് ഈ ഒരു സിനിമാ ലോകം ഭരിച്ചിരുന്ന സമയത്ത് ഈ സിനിമാ ലോകത്തുള്ള ഇത്തരത്തിലുള്ള ഇതേ സിദ്ദിഖിനെയാണ് മമ്മൂട്ടി മോഹൻലാൽ കൂടെ അതല്ല ഞാൻ പറയണ പറഞ്ഞിട്ട് ദിലീപിന്റെ കേസിനേക്കാൾ സീരിയസ് ആ കേസാണ്. സിദ്ദിഖിന്റെ കേസ് റേപ്പാണ്. ഈ സിനിമാ ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ദിലീപിന്റെ ആ കാലഘട്ടത്തിൽ പുറത്തേക്ക് വന്നിരുന്നില്ല. അതായത് ഇവര് പറയുന്നത് ഇവര് പറയുന്നത് ദിലീപ് സിനിമ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ഇന്നലെ ഒരു ചാനലിൽ കണ്ടത്. തീർച്ചയായിട്ടും ദിലീപിനെ അടിച്ചുകൊണ്ടുള്ള ഒരുപാട് സ്ത്രീകൾ ജീവൻ കളഞ്ഞു. ദിലീപ് ഈ സിനിമ ഭരിക്കുന്ന കാലത്ത് ഇതൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. ആ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കാലത്ത് മാത്രമല്ല ഒരു കാലത്ത് പുറത്തൊന്നും ആകെ വന്ന നടി ആക്രമിച്ച കേസാണ്. അക്രമികപ്പെട്ട നടി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ സംഭവത്തിന് അവസാനം വന്നത്. WCC ജെന്യൂനാണ്. ഇവിടെ ഏറ്റവും ജെന്യൂനായിട്ട് പറയാൻ സാന്ദ്ര തോമസ് ആണ്. ഇത് വർഷത്തിലാക്കും സാന്ദ്ര പെർഫെക്റ്റായിട്ട് പറയാം. WCC എല്ലാം മൈസൂരിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. പക്ഷേ എന്തായാലും നടി ആ കമ്പനിക്ക് കൊടുത്തുകൊണ്ടാണ് ചേഞ്ച് വന്നത്. അതവർ പ്രതീക്ഷിച്ചില്ല. സിനിമാ ഫീൽഡ് പണ്ട് മുതൽ കാസ്റ്റിംഗ് കൗച്ച് എല്ലാം ഇപ്പോൾ സിനിമാ ഫീൽഡ് പുതിയതായിട്ടുള്ളതാണ് ബ്ലാക്ക് മണി. സുരേഷ് കുമാർ ആരും ഒന്നും പറയുന്നില്ല. ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടിയാണ് പല സിനിമയും പല വിഷയവും പ്രതീക്ഷയാണ്.